തിരുവചനം തിരുവതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്ക് കർത്താവ്, സ്തോത്രം കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ ശേശ്വരസുതാംനാഥ, ഇതോടെ അടികളെ വഴിയെടുത്തിയ കൃപകൾക്കാർ നന്ദിയോടെ സ്തോത്രം കർത്താവ്. ഈ പ്രവർത്തന മേഖലയിൽ കർത്താവ് ഈ നാളുകൾ അത്രയും അവിടുന്ന് അങ്ങ് സഹായിച്ചവൻ കൃപകൾക്കാർ നന്ദിയോട് സ്തോത്രം. പുതിയ എപ്പിസോഡ് കർത്താവെ എൻ്റെ സനൽ സമർപ്പിക്കത്തക്കോണം അവിടുന്ന് ഒരുക്കുന്നവൻ കൃപകൾക്കാർ നന്ദിയോട് സ്തോത്രം. എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ അവിടുന്ന് ഈ വചനക്കൂടെ കർത്താവെ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കർത്താവെ, ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം എപ്രകാരമാണ് വഴി നടത്തുന്നത് മനസ്സിലാക്കി കൊടുക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടേതാണ് കർത്താവ്. വചനത്തിൻ്റെ കർത്താവ് വെളിച്ചം കർത്താവ് ജനമധ്യത്തിൽ എത്തിക്കുവാൻ കർത്താവെ, അന്ധകാരത്തിലുള്ള അനേകരെ അങ്ങയുടെ പ്രകാശധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഈ പ്രവർത്തനം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കൃപയുടെ സാന്നിധ്യത്താൽ അതിനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തി അതിൻ്റെ വാക്കുകളോടും വചസ്സുകളോടും കൂടെ ഉണ്ടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഏറ്റവും ലളിതമായി കർത്താവെ ഈ വചനം എത്തിച്ച് തൻ്റെ ജനത്തെ ശക്തീകരിക്കാൻ സഹായിക്കണമെന്ന് ഈ സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ ഭയത്തോടെ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നാം കാണുന്നത്. നാം പോലും അടുത്ത നിമിഷം എന്ത് ഭവിക്കും, നാളെ പ്രഭാതത്തിൽ എന്ത് ഭവിക്കും, നാളെ എൻ്റെ ഔദ്യോഗിക രംഗത്ത് എന്തായിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും, ഇങ്ങനെ വ്യത്യസ്തമായ അനേകമായ ഭയഭീതിയിലുള്ള ജീവിതമാണ് നമ്മൾ അനേകരും ജീവിക്കുന്നത്. പക്ഷേ ഈ ഭയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രയാസ പ്രതിസന്ധി എന്താണെന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പലപ്പോഴും അവർ കണ്ടുപിടിക്കുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ ആമാശയത്തിൻ്റെ പലവിധ അസ്വസ്ഥ അനാരോഗ്യത്തിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള ഭയവും ഉത്കണ്ഠയുമാണ്. ഈ ഭയവും ഉത്കണ്ഠയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ദോഷം സൃഷ്ടിക്കുന്നെന്ന് പോലും പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ശരീരത്തിലുള്ള പല അവയവങ്ങൾക്ക് പ്രയാസ പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഭയപ്പാടുകൾ നാം ജീവിക്കുമ്പോൾ. രക്തസമ്മർദ്ദം, ഡയബറ്റിക്, ഇങ്ങനെ അനേകമായ കാര്യങ്ങൾ വർദ്ധിക്കുന്ന അവസ്ഥ. അതോടൊപ്പം അത് മാനസിക സംഘർഷങ്ങളിലേക്കും അനേകരെ നയിക്കാറുണ്ട്. ഏകാന്തതയുടെ അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥ, ആരോടും ഒരു സൗഹൃദം ഇനി വേണ്ടെന്ന് ചിന്തിച്ച് മാറുന്ന അവസ്ഥ, ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ ഭയപ്പാടിൽ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. നാം കടന്നു പോകുന്ന പാതയിൽ ചില പ്രതിസന്ധികൾ കടന്നു വന്നാൽ പിന്നെ ഇനിയും ഒരു കാൽച്ചുവടുകൾ വെക്കുവാനുള്ള ഭയപ്പാട്. ഇങ്ങനെ നോക്കുമ്പോൾ ഭയമാണ് ഇന്ന് ലോകത്തെ മൂടിയിരിക്കുന്നത്. ഈ ഭയം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് ആരും ചിന്തിക്കാറില്ല. ഭയം സൃഷ്ടിക്കുന്നത് പ്രതിയോഗിയാണ്. ഭയം സൃഷ്ടിച്ച് പ്രതിയോഗി പലപ്പോഴും നമ്മളെ ദൈവവിശ്വാസത്തിൽ നിന്ന് പോലും അകറ്റുന്ന അവസ്ഥകൾ കാണാറുണ്ട്. നാം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവിടെ ഭയഭീതിയോടെ ഇതൊക്കെ വന്നത് നമ്മുടെ പ്രവർത്തന മേഖലകൾ കാരണമാണെന്ന് നമ്മളെ വരുത്തി, ആ പ്രതിയോഗി അത് വരുത്തി തീർത്ത് നമ്മളായിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥകൾ. അത് വ്യക്തിഗത ജീവിതമായാലും കുടുംബജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും ആത്മീയ ജീവിതമായാലും. കുടുംബജീവിതത്തിൽ ഇപ്രകാരമുള്ള ഭയങ്ങൾ വർദ്ധിക്കുമ്പോൾ കുടുംബകലഹങ്ങളിലേക്ക് അത് കടന്നു വരികയും വിവാഹമോചനത്തിൽ പോലും എത്തിക്കുന്ന അവസ്ഥകൾ. സാമൂഹ്യ സ്ഥിതിഗതികളിൽ നാം നോക്കുമ്പോൾ അത് വലിയ കലാശത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥകൾ. ആത്മീയ മേഖലകൾ നാം നോക്കുമ്പോൾ സഭകളും ശുശ്രൂഷകളും പിളരുന്ന അവസ്ഥകൾ. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഭയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രതിസന്ധികളാണെന്ന് ആരും ചിന്തിക്കാറില്ല. എൻ്റെ സ്ഥാനത്തിനൊരു കോട്ടം വരുമെന്നുള്ള ഭയമുണ്ടെങ്കിൽ ആ സ്ഥാനം നിലനിർത്തത്തക്കണം എന്ത് പ്രവർത്തനവും ഞാൻ ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്തയോടെ ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾ. എങ്കിലോ വചനത്തിൽ നാം ഉടനീളം വായിക്കുമ്പോൾ എത്രയോ പ്രാവശ്യമാണ് എടുത്ത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും പറയുന്നത് ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്, ഫിയർ നോട്ട്. എന്നിട്ടും ഈ പുസ്തകം കയ്യിലേന്തി ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും
ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഭയം നമ്മളെ പിന്നോക്കിലേക്ക് അയക്കുന്ന അവസ്ഥ. ഈ സമയത്ത് അല്പസമയം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വചനത്തിൽ കൂടെ എത്ര വ്യക്തമായിട്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളെ കൈവിടുകയില്ല, ഒരു നാളും കൈവിടുകയില്ലെന്നാണ് വചനം പറയുന്നത്. സങ്കീർത്തനം 46:1 തൊട്ട് 3 വരെ വായിക്കുമ്പോൾ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു, അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. ഭൂമി മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരുമ്പലോടെ കലങ്ങിയാലും, അതിന്റെ വെള്ളം ഇരുമ്പലോടെ കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും തന്നെ. അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും തന്നെ. ഇവിടെ സങ്കീർത്തനക്കാരൻ ആദ്യ വാക്യത്തിൽ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി. അപ്രകാരം പ്രത്യാശയുള്ളൊരു വാഗ്ദത്തം നൽകി കഴിഞ്ഞാണ് അതിൻ്റെ 2ഉം 3ലും പറയുന്നത്, അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട് നാം ഭയപ്പെടുകയില്ല? ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം എൻ്റെ സങ്കേതവും ബലവുമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ ഭയപ്പെടണം? എന്തിനെ ഭയപ്പെടണമെന്നാണ് അവിടെ ചോദ്യം. യഥാർത്ഥത്തിൽ നാം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ജനസമൂഹമെന്ന് നമ്മെ തന്നെ ഘോഷിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റല്ല, ഒരു ചെറിയ കാറ്റ് വീശിയാൽ പോലും ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് വീഴുന്ന അവസ്ഥയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ബലവും സങ്കേതവുമല്ല. ഇവിടെ പറയുന്നത്, ദൈവം എൻ്റെ ബലവും സങ്കേതവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. കഷ്ടങ്ങളിൽ കൈവിടുന്നെന്നല്ല പറയുന്നത്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ഏത് സാഹചര്യത്തിലും, നന്മയായാലും പ്രതിസന്ധി മേഖലകളിലായാലും എന്നോട് കൂടെ നടക്കുന്നവനാണ് എൻ്റെ ദൈവം, എന്നെ കൈവിടാത്തവനാണ് എൻ്റെ ദൈവം. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ ആദ്യം പറയുന്നത്. 2ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്, അതുകൊണ്ട് നാം ഭയപ്പെടുകയില്ല. അതുകൊണ്ട് നാം, എന്തുകൊണ്ട്? എൻ്റെ ദൈവം എൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് കൊണ്ട് നാം ഭയപ്പെടുകയില്ല. അത് കഴിഞ്ഞ് പറയുന്നത്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും. ഭൂമി മാറിപ്പോകുക എന്ന് പറഞ്ഞ് വലിയൊരു ഭൂകമ്പമോ മറ്റ് പ്രതിസന്ധി വന്നാലും, ആ ഭൂകമ്പത്തിൽ പർവ്വതങ്ങൾ സമുദ്രം മധ്യേ വീണാലും, അതൊന്നൊക്കെ പറയുന്നത് ഒരു പ്രതിസന്ധിയുടെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലുള്ള സാഹചര്യങ്ങളാണ്. അവിടെയും ഭയപ്പെടുകയില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ 3ാം വാക്യത്തിൽ പറയുന്നത്, അതിലെ വെള്ളം ഇരമ്പലോടെ കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും. നമ്മുടെ അടിസ്ഥാനത്തിന് ഇളക്കത്തക്കവണ്ണം പ്രതിസന്ധികൾ കടന്നു വന്നാൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയെ ചോദ്യം ചെയ്യത്തക്കവണ്ണം പ്രതിസന്ധികൾ കടന്നു വന്നാലും, സങ്കീർത്തനം പ്രകാരം പറയുന്നത്, ഞാൻ ഭയപ്പെടുകയില്ലെന്നാണ്. അതാണോ എൻ്റെ നിങ്ങളുടെ ജീവിതം ഇന്ന്? ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഇപ്രകാരമുള്ള പ്രതിസന്ധിയുടെ ഏറ്റവും അറ്റത്ത് കൂടി കടന്നു വന്നാൽ ഭയപ്പെടാതെ എൻ്റെ ദൈവം എൻ്റെ സങ്കേതവും ബലവുമെന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്നത് ഭയമില്ലാത്ത ഒരു ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്നത് ദൈവം നിന്റെ സങ്കേതവും കോട്ടയുമാണെന്നാണ് പഠിപ്പിക്കുന്നത്. ആ സങ്കേതവും കോട്ടയും എനിക്കായിരിക്കുമ്പോൾ, എൻ്റെ പരിചയമായ എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ കഷ്ടത്തിൻ്റെ താഴ്വയിൽ കരം പിടിച്ച് നടത്തുവാൻ, കോരിയെടുക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. അത് നാം മനസ്സിലാക്കണം. 2 തിമോത്തി 1:7 ഇപ്രകാരമാണ് പറയുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും അച്ചടക്കത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. ഈ ഭയം എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഭീരുത്വത്തിൻ്റെ പ്രതികരണമാണ് ഭയം. നാം വാഹനം ഓടിക്കുമ്പോൾ, ദൈവമാണ് എൻ്റെ വാഹനം നിയന്ത്രിക്കുന്നത്, ദൈവസനിൽ എന്നെയും നിങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നാം വാഹനം കൊണ്ടുപോകുമ്പോൾ
അവിടെ ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുകയില്ല. അല്ലെങ്കിൽ വലിയ വലിയ റോഡുകളിൽ കടന്നു പോകുമ്പോൾ ആ മറ്റ് വലിയ വാഹനങ്ങൾ അവിടെ കടന്നു പോകുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഭയത്തോടെ നമ്മുടെ കൈകൾ വിറയ്ക്കുവാൻ ഇടയാകും. പക്ഷേ ഇവിടെ 2 തിമോത്തിയിൽ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? വീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് തന്നത്. അപ്പം പിന്നെ എന്തിനാണ് നാം ഭയപ്പെടേണ്ടത്? തന്നിരിക്കുന്നത് എന്താണ്? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും 3 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളെ അനുദിനം വഴി നടത്തണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശക്തി അവിടെ കാണും, സ്നേഹം കാണും, അച്ചടക്കം കാണും. ഇന്ന് യഥാർത്ഥത്തിൽ ഈ 3 നമ്മുടെ മധ്യം ഉണ്ടോയെന്ന് ചിന്തിക്കേണ്ട സാഹചര്യം. ശക്തി ഉണ്ടെന്നൊക്കെ പറയും, പക്ഷേ ഒരു ചെറിയ ഇളക്കം വന്നാൽ ഓടി മറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇന്ന് ആ വാക്കിന് അർത്ഥമില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. സ്നേഹപ്രകടനങ്ങളും പല കാര്യങ്ങളുമൊക്കെ സ്റ്റേജുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ വാക്ക് തോരാതെ പ്രസംഗിക്കുവാൻ കഴിയും. പക്ഷേ യഥാർത്ഥമായ സ്നേഹം ഇന്ന് നമ്മുടെ മധ്യ ഉണ്ടോയെന്നൊന്ന് ചിന്തിക്കണം. അച്ചടക്കം ഇന്ന് യഥാർത്ഥത്തിൽ കാണാൻ കഴിയാത്തൊരു കാര്യമാണ് അച്ചടക്കം. ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പോലും, വ്യക്തിഗതമായാലും ഔദ്യോഗിക രംഗമായാലും ആത്മീയമായാലും, 8 മണിക്ക് ആരാധന ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ 8:15, 8:30, 9 മറ്റ് ചടങ്ങുകളൊക്കെ ഒരു സമയം പറയും, ഇന്ന് 10 മണിക്ക് തുടങ്ങുമൊക്കെ. പക്ഷെ അത് കൃത്യസമയത്ത് തുടങ്ങുവാൻ കഴിയുന്നത് വിരളമായ കാര്യങ്ങളാണ്. ഔദ്യോഗിക രംഗത്ത് പിന്നെ അത് ചെയ്തില്ലെങ്കിൽ ജോലി പോകുമെന്നുള്ള ഭയത്തിലെല്ലാവരും കൃത്യസമയത്തെത്തും. അച്ചടക്കം, ജീവിതത്തിൽ അച്ചടക്കത്തിന് ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് ക്രൈസ്തവ ശുശ്രൂഷകൾ. ബോട്ട് വായിക്കട്ടെ. 1 യോഹന്നാൻ 4:18 ഇപ്രകാരമാണ് പറയുന്നത്: സ്നേഹത്തിൽ ഭയമില്ല, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചവനല്ല. ഒരു ചെറിയ കാര്യം നാം ചിന്തിക്കുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിലും ശുശ്രൂഷകളിലും എല്ലാവരും പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ ഭയം കടന്നു വരികയില്ല. ഈ ഭയം എപ്പോഴാണ് വരുന്നത്? എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് എന്നെ തള്ളിയിടുമോ? എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് എനിക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമോ? അവിടെ എന്തുകൊണ്ടാണ് ഭയം വരുന്നത്? പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാതെ, പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് അത് വരുന്നത്. കാരണം അവിടെ 2ാമത് പറയുന്നത് സ്നേഹം ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കി. അതായത് ഭയം വരുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ശിക്ഷകളുണ്ടെന്നറിയാം. നാം ഒരു കുറ്റം ചെയ്യുമ്പോൾ, ഒരു വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭയം വരുന്നത്. പക്ഷേ പരസ്പര സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള വീഴ്ചകൾ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം മറ്റുള്ളവരെ നാം പൂർണ്ണമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ചകൾ വരാതെ അതിനെ എപ്രകാരം നിലനിർത്തുവാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കും. കാരണം സ്നേഹത്തിൽ മറ്റുള്ളവർക്ക് വേദന കൊടുക്കുവാൻ നാം ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. വേദന കൊടുക്കുന്ന സാഹചര്യം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ വീഴ്ചകൾ വരുമ്പോഴാണ് ഭയം വരുന്നത്. ഭയം വരുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ആ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാനത്തിൽ പറയുന്നത്, ഭയമുള്ളവർക്ക് സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കി അലിഞ്ഞു ചേരുന്ന ഒരു ജീവിത സാഹചര്യങ്ങളാണ്. അപ്രകാരം എനിക്കും നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. സങ്കീർത്തനം 34:4 ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഞാൻ യഹോവയോട് അപേക്ഷിച്ചപ്പോൾ അവിടെ പറയുന്നത്
അവൻ എനിക്ക് ഉത്തരമറിഞ്ഞ് എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല ഭയം, ഇന്ന ഭയം എന്നല്ല, എല്ലാം ഈ ലോകത്തിൽ ഭയപ്പെടുത്തുവാൻ കഴിയുന്ന എല്ലാവിധ ഭയത്തിൽ നിന്നും എന്നെ വിടുവിക്കുന്ന ദൈവമുണ്ട്. പക്ഷെ അപേക്ഷിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തോട് വിശ്വസ്തയോട് നിൽക്കുന്നവനും ദൈവത്തിൻ്റെ സന്നിൽ നീതിയോട് നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ഉത്തരവരുളുക മാത്രമല്ല, എല്ലാ ഭയത്തിൽ നിന്നും വിടുവിക്കും. മത്തായിയുടെ സുവിശേഷം 6:34 ഇപ്രകാരമാണ് പറയുന്നത്: അതുകൊണ്ട് നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. നാളത്തെ ദിവസം അതിനായി ഉത്കണ്ഠപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഇന്ന് നാളെ പറ്റിയല്ല, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നു പോയ വീഴ്ചകളെ പറ്റിയുള്ള ഉത്കണ്ഠ, നാളെ വരാൻ സാധ്യതയുള്ള വീഴ്ചകളെ പറ്റി ഉൾക്കൊള്ളത്, ഇന്ന് വന്നിരിക്കുന്ന വീഴ്ചകളെ പറ്റി ഉൾക്കൊണ്ട് ഇങ്ങനെ ഉത്കണ്ഠയോട് ജീവിക്കുകയാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്, നാളത്തെ ദിവസം അതിനായി ഉത്കണ്ഠപ്പെട്ടു വരിക. അതായത് അതത് ദിവസത്തെ അന്നത്തെ ദോഷം. കർത്താവ് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, പ്രതിസന്ധികളില്ല, ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രതിസന്ധികളുണ്ട്. എങ്കിലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യത്തക്കോണുള്ള ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഈ ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ലെന്ന് 6:27 പറയുന്നുണ്ട്. ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തന്റെ ആയുസ്സിന്റെ ദൈർഘ്യത്തോട് ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ? സത്യമല്ലേ? നാം ഇതിനെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതും വരാനിരിക്കുന്നതും വരാൻ സാധ്യതയുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിച്ച് ഉത്കണ്ഠപ്പെട്ട് ജീവിച്ചത് കൊണ്ട് നമ്മുടെ ആയുസ്സിൽ ഒരു നിമിഷം, ഇവിടെ പറയുന്നത് ഒരു ദൈർഘ്യം, ഒരു നിമിഷം പോലും നമുക്ക് കൂട്ടുവാൻ കഴിയില്ല, പക്ഷെ കുറയ്ക്കുവാൻ കഴിയും. കാരണം ഈ ഉത്കണ്ഠ കാരണം ഹൃദയസ്തംഭനവും മറ്റ് ശാരീരിക അസ്വസ്ഥതയൊക്കെ വന്ന് നമ്മുടെ ആയുസ് കുറയും. നാം ഒരു ദിവസം പൂർത്തീകരിച്ച് നമ്മുടെ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു ക്ഷണം കൊണ്ട് നിനക്ക് രാത്രി നിദ്ര ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ പല കാര്യത്തിനെയും പറ്റി ഉത്കണ്ഠയില്ലാത്ത ജീവിതം. അല്ലെങ്കിൽ ആ കിടക്കുന്ന സമയത്തും നാളെപ്പറ്റിയും വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും കുഞ്ഞുങ്ങളെയും പറ്റിയും ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെപ്പറ്റി ഉത്കണ്ഠപ്പെടുമ്പോൾ ചിലപ്പോൾ ഉറക്കം കിട്ടുകയും പിന്നെ ഉറക്കഗുളികയും മറ്റ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടി വരും. ഇന്ന് പല അസ്വസ്ഥതയുടെയും കാരണം ഉത്കണ്ഠയാണ്. പക്ഷേ ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്, ഉത്കണ്ഠയും കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ ഒരു നിമിഷം പോലും കൂട്ടുവാൻ കഴിയുകയില്ല. ഇങ്ങോട്ട് വായിക്കട്ടെ, ലൂക്കോസിന്റെ ലേഖനം 12:7 ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. അനേകം കുരുവികളേക്കാൾ നിങ്ങൾ വിലയുള്ളതാണ്. അവിടെ യെരൂശലേം ദേവാലയത്തിൽ 2 കുരുവികളെ കൊടുക്കുന്ന കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് വന്ന് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മുടെ തലയിലെ മുടികൾ എണ്ണുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരിക്കലും കഴിയാത്ത കാര്യമാണ്. ആ കാര്യം വരെ എണ്ണപ്പെട്ടിരിക്കുന്നെന്ന് പറയുന്ന യഹോവ ദൈവം അല്ലെങ്കിൽ കർത്താവ് ഇവിടെ ഇപ്പോൾ രണ്ടാമത് പറയുന്നത് എന്താണ്? അനേക കുരുവികളേക്കാൾ നിങ്ങൾ വിലയുള്ളവരാകും. ഇത്രമാത്രം ആണ് ദൈവം നമ്മളെപ്പറ്റി പറയുന്നത്. നമ്മളെ പറ്റിയുള്ള വ്യാകുലം, യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള വ്യാകുലമാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളെ ഇത്രമാത്രം വിലയേറിയതായിട്ട് നിങ്ങൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടരുത്? കാരണം നിങ്ങളെ നഷ്ടമാക്കുവാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള അവസരം തരികയില്ല. നിങ്ങളുടെ ഉത്കണ്ഠ മൂലം നിങ്ങൾ കടന്നുപോയി സ്വയം നഷ്ടപ്പെടാതിരിക്കാനാണ് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ. ഇതിൻ്റെ മുമ്പോട്ട് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് യോശുവയോട് പറയുന്ന കാര്യം. ആവർത്തനം പുസ്തകം 31:6 ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ. അവരെ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു.
അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിന്ന് നാം ഓർക്കണം പ്രിയ സഹോദര സഹോദരി. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ പറയുന്ന പോലെ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് നാം ഒന്നും നേടാൻ കഴിയുന്നില്ല. കാരണം നാം അത്രമാത്രം ദൈവസ്ഥലിൽ വിലയേറിയതാണ്. ദൈവസ്വരൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവസാദൃശ്യത്തിലാണ് ദൈവം നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, എത്രമാത്രം ദൈവം നമ്മെ കരുതുന്നു. അതുകൊണ്ടല്ല സ്വന്തം പുത്രനെ സ്വയം യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം ഈ ഭൂമുഖത്തേക്ക് പിതാവ് അയക്കുന്നത്. മറ്റെല്ലാ യാഗവസ്തുക്കൾക്കും ആ അറ്റുപോയ സ്നേഹബന്ധത്തിലേക്ക് വീണ്ടെടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ സ്വയമായി യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം സ്വയം പുത്രൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു. ആ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് പറയുന്നത് എത്ര വിലയേറിയ കാര്യമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. അതിനെ ഭയത്തോടും ഉത്കണ്ഠയോടും നഷ്ടപ്പെടുത്തുവാനല്ല പ്രിയ സഹോദര സഹോദരി. ജീവിതത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി എൻ്റെ ദൈവം എൻ്റെ ഉപനിധി എന്ന് പറയത്തക്കോണം യോശുവയോട് പറയുന്നത്, ഇപ്പോൾ ധൈര്യമുള്ളവരായിരിക്കുവിൻ, അവരെ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കൈവിടുകയില്ല. He will never leave you or forsake you. We may forsake God. We may walk apart from His love. He says He will never leave or forsake you. നാം ചിലപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ സാഹചര്യങ്ങൾ കാണും, ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങൾ കാണും. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ഒരു കാലത്തും വിടുകയില്ല, കൈവിടുകയില്ലെന്ന്. അപ്പോൾ വിടാത്ത ദൈവം എന്നെയും നിങ്ങളെയും എപ്രകാരമാണ് വഴി നടത്തുന്നതെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര മഹത്തായ ഒരു വാഗ്ദത്തമാണ് യെശയ്യാപ്രവാചകനിൽ കൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നയിക്കുന്നത്. പറയുന്നത് എന്താണ്? നീ ഭയപ്പെടേണ്ട, നിന്റെ ജീവിതത്തിലെ ഭയത്തെ മാറ്റിക്കളയുക, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരാണ്? ദൈവം നമ്മോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. എനിക്കും നിങ്ങൾക്കും ദൈവമായിട്ട് അപ്രകാരം ഒരു ബന്ധമുണ്ടോ? ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഇന്ന് ഉത്തരം കിട്ടാത്ത സാഹചര്യങ്ങളിലാണ് കടന്നു പോയതെങ്കിൽ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. ദൈവം നമ്മെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വലങ്കൈ കൊണ്ട് നമ്മെ കോരിയെടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ കടന്നു കൊള്ളട്ടെ, ആ ഭയത്തിൻ്റെ അവസ്ഥയൊന്ന് മാറ്റി ദൈവത്തോട് പറ്റിച്ചേർന്ന് നമ്മുടെ വലങ്കൈ ദൈവ കരങ്ങളിലേക്കൊന്ന് കൊടുക്കുകയാണെങ്കിൽ അവൻ ആ വലങ്കൈ പിടിച്ച് നമ്മളെ നടത്തുവാനിടെ, നമ്മെ ശക്തീകരിക്കുവാനിടയാ, നമ്മെ സഹായിക്കുവാനിടയാകും. കാരണം പറയുന്നത്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ആ ദൈവസനിൽ നമ്മുടെ തലകളെ ഉണക്കിയൊന്ന് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശുശ്രൂഷ ഇതോളം ഞങ്ങളെ വഴിയെത്തിയ നന്മകൾക്കായി നന്ദിയോട് സ്തോത്രം. കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവേ, ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ജനത്തെ നയിക്കുമെന്നുള്ള സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ ഭയത്തിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് കർത്താവേ, അന്ന് കർത്താവേ യേശയ്യാപ്രവാചകൻ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറയുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ആ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവമാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെയും സഹോദരികളെയും ആ ദൈവമക്കളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്, അവരുടെ ജീവിതത്തിൽ എൻ്റെ വചനത്തിൽ അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവ്, ഭയത്തെ അതിജീവിച്ചുകൊണ്ട് കർത്താവെ അങ്ങേക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കാൽച്ചുവടുകൾ വെക്കത്തക്കോണം
ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശു പ്രാർത്ഥിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.